ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയുടെ കഥയാണ്. ഇതുപോലൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളിനി കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ വേറെ സിനിമയുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. 2012 ഇറങ്ങിയ അപ്സൈഡ് ഡൗൺ. ഈ സിനിമയിൽ പറയുന്നത് പ്രപഞ്ചത്തിൽ എവിടെയോ ഉള്ള ഏതോ ഒരു ഗാലക്സിയിലെ ഏതോ ഒരു സോളാർ സിസ്റ്റത്തിലെ 2 ഗ്രഹങ്ങളുടെ കഥയാണ്. 2 ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട ഗ്രഹങ്ങൾ. അത് അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. തമ്പനയിൽ പറഞ്ഞ പോലെ ഒറ്റ കുതിപ്പിന് തന്നെ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റേ ഗ്രഹത്തിലേക്ക് ചാടാൻ പറ്റും. ഇത് ആ സോളാർ സിസ്റ്റത്തിലെ സൂര്യനെ ഒരുമിച്ചാണ് വലം വയ്ക്കുന്നത്. കഥ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ഗ്രഹത്തിന്റെ ഒരു പ്രത്യേക ഫിസിക്സ് മനസ്സിലാക്കണം. 3 നിയമങ്ങളാണ് ഇതിനുള്ളത്. അതിൽ ഒന്നാമത്തെ നിയമം, ഈ 2 ഗ്രഹങ്ങളിലെ ഒരു വസ്തുവിന്, അതായത് താഴെയുള്ള ഗ്രഹത്തിന്റെ ആയാലും മുകളിലുള്ള ഗ്രഹത്തിന്റെ ആയാലും, ആ വസ്തു എപ്പോഴും അതിന്റെ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റിയിലായിരിക്കും നിൽക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ മുകളിലത്തെ ഗ്രഹത്തിലുള്ള ഒരാൾ താഴത്തെ ഗ്രഹത്തിലേക്ക് വരികയാണെങ്കിലും അയാൾക്ക് താഴത്തെ ഗ്രഹത്തിൽ അങ്ങനെ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതെപ്പോഴും അതിന്റെ ഗ്രഹത്തിന് ഗ്രാവിറ്റിയിലായിരിക്കും. അതിങ്ങനെ മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, ഈ 2 ഗ്രഹങ്ങളിലെയും ഒരു വസ്തുവിന്റെ ഭാരം മറ്റേ ഗ്രഹത്തിലൊരു വസ്തുവിന്റെ ഭാരവുമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് താഴത്തെ ഗ്രഹത്തിലെ ഒരു വസ്തുവിന് മുകളിലത്തെ ഗ്രഹത്തിന്റെ ഒരു വസ്തുവുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവുകയാണെങ്കിൽ, അത് ഏകദേശം ഒരേ ഭാരമാണെങ്കിൽ അതിങ്ങനെ വായുവിലൂടെ ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് രണ്ടാമത്തെ നിയമം. ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടാവുകയാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അത് കത്തിപ്പിടിക്കാൻ തുടങ്ങും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ താഴത്തെ ഗ്രഹത്തിലുള്ള ഒരാൾ മുകളിലത്തെ ഗ്രഹത്തിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു സാധനം എടുത്തു എന്ന് വിചാരിക്കാം. ആ സാധനം അയാൾ പോക്കറ്റിലിട്ടു. അപ്പൊ അയാളും ആ വസ്തുവും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായി. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അയാൾ അത് തിരിച്ച് അവിടെ തന്നെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് തീ പിടിക്കാൻ തുടങ്ങും. ഇതാണ് മൂന്നാമത്തെ നിയമം. ഇനി കഥ പറയുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പൊ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് അടങ്ങാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമയുടെ ചില ഭാഗത്ത് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കും. അതിനോട് ചോദിക്കരുത്. കാരണം ഈ സിനിമയ്ക്ക് ലോജിക്കിന്റെ പേരിൽ നല്ല ചീത്തപ്പേരുണ്ട്. അവരതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഈ ലോകങ്ങളൊന്ന് പരിചയപ്പെടാം. ഇത് കണ്ടില്ലേ, ഇതാണ് സെറ്റപ്പ്. താഴത്തെ ഗ്രഹത്തിന് നേരെ മുകളിലാണ് മുകളിലത്തെ ഗ്രഹം നിൽക്കുന്നത്. മുകളിലത്തെ ഗ്രഹത്തിനെ അപ് ടോപ്പ് എന്നാണ് പറയുന്നത്. താഴത്തെ ഗ്രഹത്തിനെ ഡൗൺ ബിലോ. ഈ മുകളിലത്തെ ഗ്രഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കാഴ്ചക്കാരാണ്. എന്നാൽ താഴെ ജീവിക്കുന്നവരോ ഒന്നിനും വകയില്ലാത്തവർ. ഒരു കാരണവശാലും താഴെയുള്ള ആൾക്കാർ മുകളിലേക്ക് പോകാൻ പാടില്ല. സിമ്പിളായിട്ട് അവർക്ക് പോകാൻ പറ്റും, പക്ഷെ പോയിട്ട് അവന്മാരെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊന്നുകളയും. ഇത് അവിടുത്തെ കർശനമായിട്ടുള്ളൊരു നിയമമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും താഴെ നിന്ന് ചില ആൾക്കാരൊക്കെ ടോപ്പിലേക്ക് പോകാറുണ്ട്. അവിടെയുള്ള ചില വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് വരും. അങ്ങനെയുള്ള വസ്തുക്കളെ ഇൻവേഴ്സ് മാറ്റർ എന്നാണ് പറയുന്നത്. അത് അവരെടുത്തോണ്ട് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താഴെയുള്ള ഗ്രഹത്തിലെ ആൾക്കാരൊന്നും ഒന്നിനും വകയില്ലാത്തവരാണ്. അവർക്ക് ചൂടിന് വേണ്ടി തീ കത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ മുകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞാൽ അത് കത്തിപ്പിടിക്കുമല്ലോ. ആ ഒരു ചൂട് ഉപയോഗിച്ചിട്ടാണ് ഇവർ തണുപ്പിനെ പ്രതിരോധിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ചിട്ടാണ് അവർ മുകളിലേക്ക് പോകുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 2 കുട്ടികൾ എന്തോ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നതിന് അവരെ പിടിക്കാൻ വേണ്ടി പോലീസുകാരെത്തി. ഇനിയിപ്പോൾ മുകളിലത്തെ ഗ്രഹവും താഴത്തെ ഗ്രഹവും തമ്മിലുള്ള ഒരു കോണ്ടാക്ടിന് വേണ്ടി ഗവൺമെന്റ് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ട്രാൻസ്വേൾഡ് എന്നാണ് പറയുന്നത്. ഇത് താഴത്തെ ഗ്രഹം മുതൽ അങ്ങ് മുകളിലത്തെ ഗ്രഹം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ പകുതി ഭാഗം താഴെയും പകുതി ഭാഗം മുകളിലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു വലിയ കമ്പനിയാണ്. ഇവരവിടെ മെയിനായിട്ട് ചെയ്യുന്നത്, താഴെയുള്ള ഗ്രഹത്തിൽ നിന്നും ഓയിൽ കുഴിച്ചെടുക്കും. അത് വളരെ ചീപ്പായിട്ടുള്ള വിലയിൽ. എന്നിട്ട് അതിന് പകരമായിട്ട് നല്ല വിലയ്ക്ക് അവർ ഇലക്ട്രിസിറ്റി വിൽക്കും. അത് താഴെയുള്ള ഗ്രഹത്തിൽ ഒരുപാട് ആൾക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ മുകളിൽ നിന്ന് ഇൻവേഴ്സ് മാറ്റർ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇനി നമുക്ക് ഈ കഥയിലെ ഹീറോനെ പരിചയപ്പെടാം. ഇവന്റെ പേര് ആഡം. ഇവൻ അച്ഛനും അമ്മയൊന്നുമില്ല, ഒറ്റയ്ക്കാണ് ഇവന്റെ താമസം. അതും ഒരു ഓർഫണേജിൽ. ഇതിന്റെ കാരണം ആ ട്രാൻസ്വേൾഡ് ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ട്രാൻസ്വേൾഡിന്റെ ഓയിൽ റിഫൈനറി കാരണം ഒരു പൊട്ടിത്തെറി നടന്നു. അതിൽപ്പെട്ട് ഇവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. മാത്രമല്ല, താഴെ ലോകത്തിലെ ഒരുപാട് ഭാഗങ്ങളും ആ പൊട്ടിത്തെറി കാരണം നശിച്ചുപോയി. ഇപ്പൊ ഇവൻ ആകെയുള്ളത് ഇവന്റെ ഒരു ആന്റിയാണ്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇവൻ ആന്റിയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകും. ഇന്നത്തെ ദിവസവും അവൻ ആന്റിയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവന്റെ ആന്റിയുടെ പേര് ബെക്കി എന്നാണ്. ഈ ലോകത്തിൽ ഇപ്പോൾ ഇവന് ഏറ്റവും ഇഷ്ടം 2 കാര്യങ്ങളാണ്. അതിലൊന്ന് വിമാനങ്ങൾ, രണ്ടാമത്തേത് ഇവന്റെ ആന്റി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തരത്തിലുള്ള പാൻകേക്കാണ്. ആ പാൻകേക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ആ പാൻകേക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലൊരു പിങ്ക് പൗഡർ ഇടും. ഈ പിങ്ക് പൗഡർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പൂമ്പൊടിയാണ്. ഇവരുടെ ലോകത്തിലുള്ള തേനീച്ചകളുണ്ട്. അത് മുകളിലത്തെ ലോകത്തിലേക്ക് പോകും. എന്നിട്ട് അത് തിരിച്ചിങ്ങോട്ട് വരുമ്പം അതിന്റെ ശരീരത്തിൽ ഈ പൂമ്പൊടി ഉണ്ടാവും. അത് കളക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ പാൻകേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാൻകേക്കിന് ഇത്ര പ്രത്യേകത. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവരത് ചുട്ടിട്ട് അവൻ എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അത് എറിഞ്ഞു കൊടുത്തപ്പം വായുവിലൂടെ ഫ്ലോട്ട് ചെയ്തിട്ടാണ് അത് അവൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് ഈ പിങ്ക് പൗഡർ ഒരു ആന്റി ഗ്രാവിറ്റി മെറ്റീരിയൽ ആണ്. പിന്നെ ഈ പിങ്ക് പൗഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ്. ഇതിനെക്കുറിച്ച് ഈ ലേഡിക്ക് മാത്രമേ അറിയത്തുള്ളൂ.
ഇവരുടെ തലമുറയിലെ ലേഡീസാണ് ഇത് ഓരോ തലമുറയ്ക്കും കൈമാറുന്നത്. ഇപ്പൊ ഇവർക്ക് വേണ്ടി പൂമ്പൊടി കളക്ട് ചെയ്യാൻ പോകുന്നതും ഇവന്റെ ജോലിയാണ്. അങ്ങനെ ആ പാൻകേക്ക് കഴിച്ചതിന് ശേഷം അവൻ ആ പിങ്ക് പൗഡർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ലോകത്ത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്, അവിടെ ഒരു മലയും, ആ മലയുടെ മുകളിലാണ് ഈ തേനീച്ചകൾ കാണുന്നത്. ഇപ്പൊ അവിടേക്കാണ് അവൻ പോകുന്നത്. അങ്ങനെ അവൻ ആ മലയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം മഴ പെയ്യാൻ തുടങ്ങി. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. താഴേക്ക് മഴ പെയ്യുന്നുണ്ട്, അതുപോലെ മുകളിലേക്ക് മഴ പെയ്യുന്നുണ്ട്. അത് കാണാൻ വേണ്ടി അവനൊരു മരത്തിലേക്ക് കയറി, അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക്. എന്നിട്ട് അവൻ ആ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവന്റെ കയ്യിൽ ഒരു ചെറിയ എയറോപ്ലെയിൻ ഉണ്ട്. അവനത് മുകളിലേക്ക് പറത്തിവിട്ടു. അതിനെ തുറന്ന് അത് മുകളിലത്തെ ഗ്രഹത്തിലേക്ക് നിന്ന് വീണു. ഈ സമയത്താണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് ഈഡൻ എന്നാണ്. ഇപ്പൊ ആ വിമാനം അവള് കണ്ടു. അവൾ അത് എടുക്കുകയും ചെയ്തു. അത് കാണുമ്പോൾ അവൻ അവളുടെ അടുത്തൊരു ഹായ് പറയാണ്. ഈ സമയത്താണ് ഇവർ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനെ തുടർന്ന് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ വളർന്നു വലുതായതിനു ശേഷം ഒരു ദിവസം ആഡം അവിടെയുള്ളൊരു പാറയുടെ മുകളിലിരിക്കുകയാണ്. അവന്റെ അടുത്തായിട്ട് ഒരു കയറുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഇവനെ ഈഡനും മീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അവൻ അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പം അവൾ അങ്ങോട്ട് എത്തി. ഇപ്പൊ അവൻ അവളോട് ചോദിക്കുന്നത്, നീ എന്ത് ഇത്ര ലേറ്റ് ആയതാണ്? അതേക്കെന്ന് അവള് പറയുന്നത്, താഴെ നിന്ന് ആരോ മോഷ്ടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് വന്നു. അതിനെ തുടർന്ന് പോലീസുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പം അവന് ഭയങ്കര ടെൻഷനായി. അവന്മാരെങ്ങാനും ഇവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പ വെടിവെച്ച് കൊല്ലും. എങ്കിലും വല്ലപ്പോഴുമാണ് ഇവളെങ്ങനെയൊന്നും ഇവന് കാണാൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ അവൻ ആ കയർ അവൾക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് അതിൽ തൂക്കിയിട്ട് അവൻ അവളെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ്. അങ്ങനെ താഴേക്ക് എത്തിച്ചതിന് ശേഷം അവനിരുന്ന പാറയുണ്ടല്ലോ, അതിന്റെ അടിയിലായിട്ടാണ് അവൻ അവിടെ കിടത്തുന്നത്. അതുകൊണ്ട് മുകളിലത്തെ ഗ്രാവിറ്റി അവളെ ബാധിക്കത്തില്ല. അവളിപ്പോൾ അതിലിങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നിട്ട് അവർ പ്രണയിക്കാൻ തുടങ്ങി. സാധാരണ എപ്പോഴും ഇവരിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ അവളുടെ ലോകത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഫ്രൂട്ട് അവന് കഴിക്കാൻ കൊടുക്കുകയാണ്. ഇത് അവന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അവനത് കഴിച്ചതിന് ശേഷം അവനൊരു ജാം എടുത്തിട്ട് അവൾക്ക് കൊടുത്തു. ഇത് ആ പിങ്ക് പൗഡർ വെച്ചുണ്ടാക്കിയ ജാമാണ്. അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം അവളിപ്പോൾ അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് നിന്റെ ലോകത്തിൽ ഇങ്ങനെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതേക്കുമ്പം അതിനെന്താ, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ തോളിലേക്ക് കയറ്റി. ഇപ്പൊ രണ്ട് ലോകത്തിലെ സാധനങ്ങൾ തമ്മിൽ കോണ്ടാക്ട് വന്നപ്പം അവർക്ക് ഇങ്ങനെ വായുവിലൂടെ ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറെ പോയി അവരിപ്പോൾ അവന്റെ ലോകത്തിൽ ഒരു കാട്ടിലെത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു വെടിശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ അത് ആ പോലീസുകാരാണ്. അവരിപ്പം ഇവരെ കണ്ടു. അതുകൊണ്ട് തന്നെ ആഡം വേഗം അവളെയും കൊണ്ട് ആ മലയുടെ മുകളിലേക്ക് തന്നെ പോവാണ്. ഇനി എത്രയും പെട്ടെന്ന് അവളെ തിരിച്ച് അവളുടെ ലോകത്തേക്ക് തന്നെ വിടണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതിനുവേണ്ടി അവൻ ആ കയറെടുത്ത് പതുക്കെ അവളെ മുകളിലേക്ക് ആക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ പോലീസുകാർ വെടിവെക്കുന്നത്. അത് അവന് കൊള്ളുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ താഴേക്ക് വീഴാണ്. താഴേക്ക് വീണതും അവന് പിടിവിട്ടിട്ട് അവളാണെങ്കിൽ വളരെ വേഗത്തിൽ മുകളിലേക്ക് പോയി. മാത്രമല്ല അവൾ നേരെ ചെന്ന് വീഴുന്നത് അവിടെയുള്ള ആ പാറയിലാണ്. പിന്നീട് അവൻ നോക്കുമ്പോൾ അവൾ താഴെ വീണ് തലയിടിച്ചിട്ട് അവളുടെ തലയിൽ നിന്ന് ചോര പോകുന്നതാണ് കാണുന്നത്. അത് കണ്ട് ഉറക്കം നിലവിളിക്കാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം പോലീസുകാരൊക്കെ അവന്റെ ആന്റിയുടെ വീട്ടിലേക്ക് എത്തി. ഇപ്പൊ അവൻ വലിയൊരു തെറ്റാണല്ലോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ ആന്റിയുടെ വീട് എത്തിച്ചു. എന്നിട്ട് കുറച്ച് പോലീസുകാർ ആഡമിനെ വേറൊരു ഭാഗത്തേക്കും പിടിച്ചോണ്ട് പോയി. ബാക്കിയുള്ളവര് അവന്റെ ആന്റിയും പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ കണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഉറക്കം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് അവൻ ആന്റിയെ കണ്ടിട്ടില്ല. ചെറുപ്പം മുതലേ അവന്റെ ആഗ്രഹം എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിക്കണം എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ അവൻ എക്സ്പെരിമെന്റ് നടത്തുന്നത് ആ പിങ്ക് പൗഡറിലാണ്. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ ജോലി ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയി. അവിടെ 2 ആൾക്കാരാണുള്ളത്. ഈ വർക്ക്ഷോപ്പിന്റെ ഓണറിന്റെ പേര് ആൽബർട്ട്, പിന്നെയുള്ളത് പാബ്ലോ. ഈ ആൽബർട്ടിന്റെ കമ്പനിയിൽ ഒരു ജോലിക്കാരനാണെങ്കിലും അയാൾ ആഡമിനെ മകനെ പോലെയാണ് കാണുന്നത്. ഇന്നിപ്പോൾ അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഈ ലേഡിയുടെ ഹസ്ബൻഡ് മുകളിൽ നിന്നും ഒരു ഇൻവേഴ്സ് മാറ്റർ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് അവിടുത്തെ പൈപ്പ് ലൈൻ്റെ ഒരു ബോൾട്ടാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് വിൽക്കാനാണ് ആ ലേഡി പങ്കെടു വന്നിരിക്കുന്നത്. ആൽബർട്ട് ആണെങ്കിൽ അത് വാങ്ങി വയ്ക്കുകയും ചെയ്തു. ഈ സമയത്താണ് ആഡം അവർ വിളിക്കുന്നത്. അവൻ ഇത്രയും ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, അതൊരു കോസ്മെറ്റിക് ക്രീമാണ്. അതായത് ആ ക്രീം തേച്ച് കഴിഞ്ഞാൽ പ്രായമായ ഒരാൾക്ക് യുവത്വത്തിലേക്ക് വരാം. മുഖമൊക്കെ ചുളിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ക്രീം തേക്കുമ്പോൾ ആ ചുളിവൊക്കെ മാറും. അതാണ് ആ ക്രീമിന്റെ പ്രത്യേകത. അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ അവരങ്ങോട്ട് വിളിക്കുന്നത്. എന്നാൽ അവനിപ്പോൾ അത് പരീക്ഷിക്കുന്നത് ശരിക്കൊരു മനുഷ്യന്റെ മുഖത്തല്ല. അതിനുവേണ്ടി അവനൊരു സ്കിൻ പോലൊരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല ചുളിവുള്ളത്. ഇപ്പൊ ആ ഡെമോൺസ്ട്രേഷൻ കാണാൻ വേണ്ടി ആ ലേഡി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ചുളിവ് വീണ സ്കിന്നിലേക്ക് അവൻ ആ ക്രീം തേച്ചു. അതോടുകൂടെ ആ ചുളിവൊക്കെ മാറുകയും ചെയ്തു. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്നാൽ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പം ആ സ്കിന്ന് പഴയതുപോലെ തന്നെയായി. അപ്പൊ ആ ക്രീമിൽ ഇനിയും പണി നടത്താനുണ്ട് എന്ന കാര്യം ആഡമിന് മനസ്സിലായി. ഈ സമയം ലേഡി ആൽബർട്ടിന്റെ അടുത്ത് പറയുന്നത്, ഈ ക്രീം ഒരു സംഭവമാണ് കേട്ടോ, ഇതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിക്കണം, ഞാൻ ഉറപ്പായിട്ട് ഇത് വാങ്ങിക്കോളാം എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ആൽബർട്ട് ആഡമിന്റെ അടുത്ത് പറയുന്നത്, അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ, അവളിത് വാങ്ങിക്കോളാന്ന്. നീ പെട്ടെന്ന് ഈ ക്രീമിന്റെ പണി തീർക്ക്, നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് കാശ് സമ്പാദിക്കാം. എന്നാൽ ആഡം പറയുന്നത്, ഞാൻ അതിന് തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ പണി പൂർത്തിയാക്കണമെങ്കിൽ 2-3 വർഷങ്ങളെങ്കിലും എടുക്കുന്നതാണ്.
അങ്ങനെ അവരാ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ടി-വിയിൽ ഒരു പ്രോഗ്രാം കാണിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ പറയുന്നത് ആ ട്രാൻസ്വേൾഡ് എന്ന് പറയുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് അവിടെ പുതിയൊരാളെ ജോലിക്ക് സെലക്ട് ചെയ്തു. അത് മറ്റാരുമല്ല, അത് ഈഡനായിരുന്നു. അത് കാണുമ്പോൾ ആഡമിന് ശരിക്കും അത്ഭുതമായി. കാരണം അവൾ മരിച്ചുപോയി എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അവന്റെ ആ ഫ്രണ്ട്സിന്റെ അടുത്തും അവൻ ഈഡനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പം അവർക്കും അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ അവള് ജീവനോടെ ഉണ്ടെന്നും ട്രാൻസ്വേൾഡിലാണ് അവൾ ജോലി എന്നും കൂടെ അറിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവനിപ്പോൾ നോക്കുന്നത് ട്രാൻസ്വേൾഡ് എന്ന് പറഞ്ഞ ആ ബിൽഡിങ്ങിലേക്കാണ്. എങ്ങനെയെങ്കിലും അവളെ മീറ്റ് ചെയ്യണം, അതിനുവേണ്ടി അവിടെ ജോലിക്ക് കയറാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, പ്രത്യേകിച്ച് താഴെയുള്ള ആൾക്കാർക്ക്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഈഡനിപ്പം ആ ട്രാൻസ്വേൾഡിലെ അവളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് അവളിങ്ങനെ തല കുത്തനെയുള്ള ഒരു ഡ്രിങ്ക് കഴിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരുത്തൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്. ഈ സമയം അവർക്ക് മുകളിലുള്ള ആൾക്കാരും ഡാൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ സമയം തന്നെ നമ്മുടെ ആഡം ആണെങ്കിൽ അവൻ്റെ ആ എക്സ്പെരിമെന്റിൽ തന്നെയാണ്. അവനിപ്പോൾ അവൻ്റെ ആ എക്സ്പെരിമെന്റ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ഒരു റിസൾട്ടുമായിട്ട് അവൻ നേരെ പോകുന്നത് ആ ട്രാൻസ്വേൾഡിലേക്കാണ്. ദിവസവും നിരവധി ആൾക്കാരാണ് അവിടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഇന്നും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ അവനും ക്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇപ്പൊ അവർ കൊണ്ടുവന്ന കോട്ടും ബാഗും ഒന്നും അതിനുള്ളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതൊക്കെ പുറത്ത് വെച്ചിട്ട് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ അവരകത്തേക്ക് കയറ്റത്തുള്ളൂ. ഇപ്പൊ ആഡമിന്റെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരു സെക്യൂരിറ്റി അവന് ഒരു ID കാർഡ് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ അതുമായിട്ട് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഈ ആഡമിനെ അവർ ജോലിക്ക് എടുത്തു. പക്ഷെ അവന്റെ വർക്കിംഗ് സ്റ്റേഷൻ എവിടെയാണ് എന്ന കാര്യം അവൻ അറിയത്തില്ല. ആ ഒരു സ്ഥലം അന്വേഷിച്ചിട്ടാണ് അവനിപ്പോൾ അതിലെ നടക്കുന്നത്. അങ്ങനെ ഒരു ഹാളിലൂടെ നടന്ന ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് വന്നു. അതിനകത്തെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. ആ ഒരു വലിയ ഹാളാണ് അവിടുത്തെ വർക്കിംഗ് സ്റ്റേഷൻ. താഴത്തെ ഗ്രഹത്തിലുള്ള ആൾക്കാരും മുകളിലത്തെ ഗ്രഹത്തിലുള്ള ആൾക്കാരും അവിടെ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. വളരെ കൗതുകത്തോടെ കുറച്ചു സമയം അവൻ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഈ സമയത്താണ് മുകളിൽ നിന്ന് 2 ആൾക്കാർ നീ എന്താണ് ഇവിടെ കറങ്ങി കിടക്കുന്നത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു. അതിനെ തുറന്ന് അവരാണെങ്കിൽ അവന്റെ വർക്കിംഗ് സ്റ്റേഷൻ എവിടെയാണ് എന്ന് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം അവിടെയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം അവൻ അവന്റെ വർക്കിംഗ് സ്റ്റേഷനിലേക്ക് എത്തി. അവൻ അവിടേക്ക് ചെന്ന് ഇരിക്കുമ്പോൾ അവന് വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ബിയർ വെച്ചിട്ടുണ്ട്. അവൻ അതെടുത്തിട്ട് പൊട്ടിക്കുകയാണ്. എന്നാൽ അത് പൊട്ടിച്ചതും അതിനകത്ത് ബിയർ മൊത്തം അവന്റെ മുഖത്തേക്ക് അടിച്ചു. അത് കണ്ടതും അവിടെയുള്ള എല്ലാ ആൾക്കാരും ചിരിക്കുകയാണ്. അവനാണെങ്കിൽ വല്ലാണ്ടായിപ്പോയി. ഈ സമയത്താണ് അവന്റെ നേരെ മുകളിലുള്ള ഒരാൾ അവനെ വിളിക്കുന്നത്. അത് കണ്ട് നീ വെപ്രാളപ്പെടണ്ട, ഇവിടെ പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു പണി കിട്ടാറുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ സ്വയം പരിചയപ്പെടുത്തി. ഇയാളുടെ പേര് ബോബ് എന്നാണ്. അവിടുത്തെ ഒരു എഞ്ചിനീയർ ആണ് ഇയാൾ. അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ആ ലേഡി അവനോട് പറയുന്നത് MD നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ വേഗം എന്റെ പുറകെ വന്നു. അതിനെ തുടർന്ന് അവൻ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിൽ നടക്കുന്നതിനിടയിൽ അവൾ ചില കാര്യങ്ങൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. MDയുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം നീ എന്നെ തന്നെ വന്ന് കാണണം. ആ മീറ്റിംഗിൽ നിന്റെ എക്സ്പെരിമെന്റിന് വേണ്ട മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് അവർ തരും. ആ ഒരു ലിസ്റ്റുമായിട്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വരേണ്ടത്. അപ്പം നിനക്ക് ആ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ തരും. പക്ഷെ അതിനു മുമ്പായിട്ട് നിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിയണം. അങ്ങനെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ ബിൽഡിംഗിൽ ആക്സസ് കാർഡൊക്കെ ഞാനായിരിക്കും തരുന്നത്. മാത്രമല്ല ഭക്ഷണത്തിന്റെ വൗച്ചേഴ്സും. ഈ കാര്യങ്ങളൊക്കെയാണ് അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ചു ദൂരം നടന്നതിന് ശേഷം അവനിപ്പോൾ MDയുടെ റൂമിലേക്ക് എത്തി. ഈ സമയം മുകളിലായിട്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. അവൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അയാൾ പറയുന്നത് നിന്റെ ആ ആന്റി ഏജിങ് ക്രീമിന്റെ കണ്ടുപിടുത്തമുണ്ടല്ലോ, അതൊരു സംഭവമാണ്. അതുകൊണ്ടാണ് നിന്നെ ജോലിക്ക് എടുത്തത്. പക്ഷേ ഇതൊരു ട്രയൽ പീരീഡ് മാത്രമാണ്. നീ ഇവിടെ പെർമനന്റ് അല്ല. നിന്റെ ആ ക്രീമിന്റെ പ്രവർത്തനമൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിന്നെ പെർമനന്റ് ആക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അവൻ്റെ അടുത്ത് ഒരു ചെയറിലിരിക്കാൻ പറയാണ്. മാത്രമല്ല സീറ്റ് ബെൽറ്റ് ഇടാൻ. അങ്ങനെ അവൻ ആ ചെയറിൽ ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു. ഈ സമയം അയാളുടെ കയ്യിലുള്ള റിമോട്ട് വെച്ചിട്ട് അയാൾ അവനെ മുകളിലേക്ക് ഉയർത്താണ്. അങ്ങനെ അവനെ മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം അയാൾ പറയുന്നത് സാധാരണ കമ്പനിയുടെ പോളിസി പ്രകാരം താഴെ നിന്ന് ഞങ്ങൾ ആരെയും ജോലിക്ക് എടുക്കാത്തതാണ്. പക്ഷെ നിന്റെ ആ കണ്ടുപിടുത്തമാണ് നിനക്ക് ഇവിടെ ജോലി കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അയാൾ അവന് സൈൻ ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് അവനത് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതൊക്കെ സൈൻ ചെയ്തതിന് ശേഷം അയാൾ ആ കമ്പനിയുടെ ചില റൂൾസ് ഒക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. നീ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, മുകളിലത്തെ ആൾക്കാരും താഴത്തെ ആൾക്കാരും ഇവിടെ സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് മുകളിലുള്ള ആരുമായിട്ടും ഒരു കോണ്ടാക്ട് നീ ഉണ്ടാക്കാൻ പാടില്ല. നീ നിന്റെ ജോലി മാത്രം ചെയ്യുക, എന്നിട്ട് വീട്ടിൽ പോവാ. ഇതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, നീ ഇപ്പൊ ജോലി ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്, അതായത് ഇൻവേഴ്സ് മാറ്റർ. ജോലി കഴിഞ്ഞാൽ അതൊക്കെ അവിടെ തന്നെ വെച്ചേക്കണം. ഒരു കാരണവശാലും അതിലൊരു സാധനം പോലും നീ എടുത്തോണ്ട് പോകാൻ പാടില്ല. നീ ഇവിടുന്ന് പോകുന്ന വഴിക്ക് നിന്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ വിടത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന കാര്യം നിനക്കറിയാലോ. നീ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. ഇത് ഇവിടുത്തെ ഒരു നിയമമായി പോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ മീറ്റിംഗ് പിരിച്ചുവിട്ടു. അങ്ങനെ സമയം രാത്രി. ആൽബർട്ട് ഇപ്പം അയാളുടെ ആ വർക്ക്ഷോപ്പിലിരിക്കുകയാണ്. അവിടെ ന്യൂസ് കാണിക്കുന്നുണ്ട്. ന്യൂസിൽ പറയുന്നത് മുകളിലത്തെ ലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. താഴെ നിന്ന് 3 ആൾക്കാർ എന്തോ മോഷ്ടിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി. അതിനെ തുടർന്ന് അവർ പിടിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരെ തൂക്കിക്കൊല്ലാണ് ചെയ്തത്. ആ കാര്യമാണ് ഇപ്പൊ ന്യൂസിൽ പറയുന്നത്. ആൽബർട്ട് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജോലി കഴിഞ്ഞിട്ട് ആഡം അങ്ങോട്ട് വരുന്നത്.
എന്നാൽ അവനെ കാണുമ്പോൾ അയാൾ വല്ലാണ്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. അതിന്റെ കാരണം പറ്റൊന്നുമല്ല, അവൻ ആ ക്രീമിന്റെ ഫോർമുല ആ ട്രാൻസ്വേൾഡിൽ കൊണ്ടു കൊടുത്തല്ലോ. അയാളിപ്പോൾ അവനോട് പറയുന്നത്, നിന്നെ ഞാനൊരു മകനെ പോലെയല്ല കണ്ടത്, എന്നിട്ടും നിന്റെ ഈ കണ്ടുപിടുത്തം നീ അവന്മാർക്ക് കൊണ്ടു കൊടുത്തില്ലേ? ദുഷ്ടതരങ്ങൾ മാത്രം ചെയ്തിട്ടാണ് അവന്മാർ ജീവിക്കുന്നത്, എന്നിട്ടും ഇത് അവർക്ക് കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കാണുമ്പോൾ അവനും അയാളുടെ പുറകെ ചെന്നു. എന്നിട്ട് അവന്റെ അവസ്ഥയെക്കുറിച്ച് അയാളുടെ അടുത്ത് പറയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനും ഈഡനും തമ്മിലുള്ള ബന്ധം? ഇപ്പോഴാണ് അവള് ജീവനോടെ ഉണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായത്. ആ ക്രീമാണ് ആ കമ്പനിയിൽ കയറാൻ എന്നെ സഹായിച്ചത്. ഇനിയിപ്പോൾ അവളെ കാണാൻ അത് മാത്രമേ മാർഗമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് അങ്ങോട്ട് പോയത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ കരഞ്ഞുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ പറയുന്നത്. അത് കാണുമ്പോൾ അയാൾക്കും സങ്കടമായി. അയാളിപ്പം അവനെ കെട്ടിപ്പിടിച്ച് അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ട്രാൻസ്വേൾഡില് പുതിയ ജോലിക്കാരുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവരിപ്പോൾ അവരുടെ കാര്യങ്ങളാണ് പരസ്പരം ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ സംസാരിക്കുന്നത് ഈഡനാണ്. അവളിപ്പോൾ അവരോട് പറയുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതിനെ തുടർന്ന് എന്റെ പഴയ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കാറുണ്ട്, എനിക്കങ്ങനെ ഓർമ്മ കിട്ടാറില്ല. പക്ഷെ എന്റെ പഴയ കാലത്ത് എന്തോ ഒരു കാര്യം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, അതെങ്കിലും എനിക്ക് കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് അവൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത്. ഈ സമയത്ത് തന്നെ ആഡോ ആണെങ്കിൽ അവൻ്റെ ആ വർക്ക് സ്റ്റേഷനിലിരിക്കുകയാണ്. അതിനിടയിൽ ഒരാൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവന് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ചില മെറ്റീരിയൽസ് ആണ് അയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇരുമ്പിന്റെ ചില കഷ്ണങ്ങളാണ്. അയാൾ അത് എടുത്തിട്ട് അവൻ്റെ ആ വർക്ക് സ്റ്റേഷനിലുള്ള ഒരു ഫ്രീസറിന്റെ അകത്തേക്ക് വെക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ ഇൻവേഴ്സ് മാറ്റർ ആണല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചൂട് പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പണി കഴിഞ്ഞാൽ ഇത് ഫ്രീസറിന്റെ അകത്ത് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോയി. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവിടെ ഒരു അലാറം അടിക്കുന്നത്. ലഞ്ച് ടൈമായി. ഈ സമയം ബോബ് അവനെ വിളിച്ചു. എൻ്റെ അയാൾ പറയുന്നത്, ലഞ്ച് കഴിച്ചാൽ ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ട് ഇവിടുത്തെ സ്മോക്കിംഗ് റൂമിൽ, നീയും അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് സംസാരിക്കാം എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, ഞാൻ വരാമെന്ന് അവനും സമ്മതിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബോബ് ആഡവും ആ സ്മോക്കിംഗ് റൂമിലിരിക്കുകയാണ്. ഈ ടോപ്പിലെ ആൾക്കാരിൽ ആരും അങ്ങനെ സിഗരറ്റ് വലിക്കാറില്ല, ഇയാൾ മാത്രമേ വലിക്കാറുള്ളൂ. അതുകൊണ്ട് എന്നും ഇയാൾ ഇവിടെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പം അയാൾ അവനോട് വരാൻ പറഞ്ഞത്. അങ്ങനെ അയാൾ സിഗരറ്റ് വലിക്കുന്നതിനിടയിലാണ് ഒരു കാര്യം അവൻ്റെ അടുത്ത് പറയുന്നത്. എടാ, നിങ്ങളുടെ ലോകത്തിൽ റെയർ ആയിട്ടുള്ള സ്റ്റാമ്പുകളില്ലേ, എനിക്ക് കുറച്ച് സ്റ്റാമ്പുകൾ കൊണ്ടുതരാൻ പറ്റുമോ? എനിക്ക് കളക്ഷൻ ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. അയാൾ അത് പറയുമ്പോൾ അവനതിന് സമ്മതിച്ചു. പക്ഷെ അവൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഞാനത് കൊണ്ടുതന്ന അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരണം. നിങ്ങളുടെ ഓഫീസിൽ ഈഡൻ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, അത് നേരിട്ട് ചെന്നിട്ട്. പക്ഷെ അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ് അവൻ പറയുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനിപ്പോൾ മുകളിലേക്ക് പോവുകയാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ തല കുത്തനെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ പിടിക്കപ്പെടും. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ ആൾക്കാർ നിൽക്കുന്ന പോലെ നേരെ നിന്നിട്ട് വേണം അവൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ. അതിന് അവൻ്റെ ശരീരത്തിലാണ് ആ സെറ്റപ്പ് ചെയ്യേണ്ടത്. അതിന് സഹായിക്കാനാണ് അവനിപ്പോൾ അയാളുടെ അടുത്ത് പറയുന്നത്. അയാളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ ആ കാര്യം സമ്മതിച്ചതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് അവൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നത്. കാരണം ഉടനെ തന്നെ അവൻ ഇനി അവളെ മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞപ്പം അവൻ ആൽബർട്ടിനെയും പാബ്ലോയും കൂട്ടി അവിടെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. അവൻ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. അവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്. ഇവനെങ്ങാനും മുകളിലേക്ക് പോയിട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ അന്നത്തോളം അവൻ്റെ പണി തീരും. പക്ഷെ അവനെ തടഞ്ഞിട്ട് കാര്യമില്ല എന്ന കാര്യം അവർക്കറിയാം. കാരണം ഈഡൻ എന്ന് പറയുന്നത് അവൻ അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. ആ കാര്യം അവർക്കും അറിയാം. ഇപ്പൊ പാബ്ലോ അവനോട് ചോദിക്കുന്നത്, നീ പോകുന്നൊക്കെ കൊള്ളാം, നിന്നെ തടഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അവളും നീയും തമ്മിൽ കണ്ടിട്ട് 10 വർഷമായില്ലേ, അതുകൊണ്ട് ഇപ്പൊ നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൾ നിന്നെ തിരിച്ചറിയും എന്നതിന് എന്തുറപ്പാണ് നിനക്കുള്ളത് എന്നാണ് പാബ്ലോയുടെ ചോദ്യം. അതേക്കുമ്പോൾ തിരിച്ചറിയുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ഓഫീസിലേക്ക് എത്തിയ ഉടനെ തന്നെ അവൻ നേരത്തെ ഫ്രീസറിൽ വെച്ച ആ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തൊരു ബോക്സിലാക്കിയിട്ട് അവൻ അവിടെയുള്ള ഒരു സർവീസ് റൂമിലേക്ക് വന്നു. ഈ സർവീസ് റൂമിന്റെ നേരെ മുകളിൽ അപ്പർ വേൾഡിലെ സർവീസ് റൂമാണ്. അവൻ ആ മെറ്റീരിയൽസിൽ ചിലതെടുത്തിട്ട് ആ അപ്പർ വേൾഡിന്റെ ആ സർവീസ് റൂമിന്റെ അകത്തേക്ക് വെച്ചു. ആ മെറ്റീരിയൽസ് ഒക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം അവൻ നേരെ സ്മോക്കിംഗ് റൂമിൽ ചെന്നിട്ട് ബോബിനെ കണ്ടു. എന്നിട്ട് അയാൾ പറഞ്ഞ പോലെ ആ സ്റ്റാമ്പുകളൊക്കെ അവൻ അയക്ക് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതിനെ തുടർന്ന് തിരിച്ചു വന്നതിന് ശേഷം അവൻ പിന്നെ അവന്റെ പരീക്ഷണങ്ങൾ തുടർന്നു. അതിനിടയിൽ അവൻ ചില മെറ്റീരിയൽസ് ഒക്കെ വീണ്ടും എടുക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം അവൻ ആ സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട് പിന്നെയും ബോബിനെ മീറ്റ് ചെയ്തു. എന്നിട്ട് അവന് വേണ്ട കാര്യങ്ങളൊക്കെ അവന് അയാളുടെ അടുത്ത് പറയാണ്. അതായത് ആ ഇരുമ്പിന്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അതൊക്കെ വെക്കാനുള്ള ഒരു ജാക്കറ്റ് അയാൾ ഉണ്ടാക്കി കൊടുക്കണം. അതും അയാളുടെ ലോകത്തിലെ മെറ്റീരിയൽസ് വെച്ചിട്ട്. അയാളാണെങ്കിൽ ഓക്കെ പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ പിന്നെയും കുറച്ചുകൂടി ഇരുമ്പ് കഷ്ണങ്ങൾ എടുത്തിട്ട് ആ സർവീസ് റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പൊ അവൻ ആവശ്യത്തിനുള്ളതൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ആ കമ്പനിയിലെ ആൾക്കാർ അവനൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ ആൾക്കാർ മുഴുവൻ അപ്പർ വേൾഡിലെ ആൾക്കാരാണ്. അവരൊരു പട്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ആ പട്ടിയുടെ മുഖത്ത് ആ ക്രീം പരീക്ഷിക്കാനാണ് അവരിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് അവൻ ആ ക്രീം എടുത്തിട്ട് ആ പട്ടിയുടെ മുഖത്തേക്ക് തേച്ചു. അതോടുകൂടെ ആ പട്ടിയുടെ മുഖത്തുള്ള ചുളിവൊക്കെ മാറുകയും ചെയ്തു. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രീമിന്റെ എഫക്റ്റ് കുറച്ച് മിനിറ്റുകൾ നേരത്തേക്ക് നിൽക്കത്തുള്ളൂ. ആ കാര്യം അവൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ വേഗം അതും കൂടെ റെഡിയാക്ക് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവൻ തിരിച്ച് അവൻ്റെ വർക്ക് സ്റ്റേഷനിലേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഇപ്പൊ ബോബ് മാത്രമേ അവിടെ ഉള്ളൂ. അയാൾ പോകാൻ നേരത്ത് നീ വരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നുണ്ട്.
ഇല്ല, എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവൻ ബോബിന്റെ ഫോൺ എടുത്തിട്ട് ഈഡന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ അവളല്ല ഫോൺ എടുക്കുന്നത്, വേറൊരു ലേഡിയാണ്. ഈഡൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നത് ഈഡൻ ജോലി കഴിഞ്ഞ് പോയല്ലോ, ആരോ വിളിച്ചെന്നാണ് പറയേണ്ടത് എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് അവൻ പറയുന്നത് ബോബ് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൻ അവന്റെ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചെത്തി. അവന്റെ കയ്യിൽ ബോബ് കൊടുത്ത സ്യൂട്ട് ഉണ്ട്. അവനതൊക്കെ ഇട്ടു നോക്കി, കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ഫിറ്റ് ആണ്. അങ്ങനെ അതുമായിട്ട് പിറ്റേ ദിവസം തന്നെ അവൻ ആ സർവീസ് റൂമിലേക്ക് വന്നു. എന്നിട്ട് ആ വെയിറ്റുകളൊക്കെ എടുത്തിട്ട് ആ സ്യൂട്ടിൽ അങ്ങനെ നിറച്ചു വെക്കുകയാണ്. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞ് ഇനി ബോബ് കൊടുത്തൊരു ഷൂ ആണ് അവൻ്റെ അടുത്തുള്ളത്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. അങ്ങനെ വേഗം തന്നെ അവൻ ആ ഷൂ ധരിച്ചു. അതോടുകൂടെ അവൻ അവന്റെ ലോകത്ത് ഇപ്പൊ തലകുത്തിനെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നേരെ അവൻ അപ്പർ വേൾഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ നടക്കുന്ന പോലെ തന്നെ അവൻ നടക്കാൻ സാധിക്കും. അങ്ങനെ അവൻ വേഗം തന്നെ അപ്പർ വേൾഡിലെ ആ സർവീസ് റൂമിലേക്ക് കയറി. എന്നിട്ട് ഒരു കണ്ണാടി എടുത്തിട്ട് അവനൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആരോ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അവൻ ആ കണ്ണാടി മാറ്റി. അതോടുകൂടെ അത് മുകളിലേക്ക് വീണ് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ അതൊന്നും അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ സമയമില്ലാത്തതുകൊണ്ട് അവൻ വേഗം താഴത്തെ വേൾഡിലേക്ക് ഇറങ്ങി. എന്നിട്ട് വേറൊരു വഴി പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവൻ എത്തിച്ചേരുന്നത് അപ്പർ വേൾഡിലെ ഒരു ബ്രിഡ്ജിന്റെ അവിടെയാണ്. ഇപ്പൊ ആ സ്യൂട്ടും ഷൂ ഒക്കെ ധരിച്ചുകൊണ്ട് അതിലവന് കൂളായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടേക്ക് എത്തുമ്പോഴേക്കും അവനൊരു ഡോറ് തുറന്നിട്ട് അവിടുത്തെ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറി. അയാൾ വന്ന് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. ഈ സമയം തന്നെ ഈഡനാണെങ്കിൽ അവളുടെ ഓഫീസ് റൂമിൽ നിൽക്കുകയാണ്. അവൾ അവിടെ ഒരു ടവർ പോലെ എന്തോ പണിയുന്നുണ്ട്. പക്ഷെ അത് വളഞ്ഞാണ് നിൽക്കുന്നത്. എത്ര ശ്രമിച്ചിട്ടും അത് നേരെ നിർത്താൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. ഈ സമയത്താണ് ആഡം അങ്ങോട്ട് വരുന്നത്. വളരെ സന്തോഷത്തോടെ അവൻ അവളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവാണ്. അയാൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൾ അവനെ തിരിച്ചറിയുന്നില്ല. അവൾ വിചാരിച്ചിരിക്കുന്നത് അവൻ ബോബാണെന്നാണ്. കാരണം ആ ഒരു പേര് പറഞ്ഞിട്ടാണല്ലോ അവൻ തലേ ദിവസം വിളിച്ചത്. അവളുടെ ആ കൊളീഗ് പറഞ്ഞ് ഇപ്പോഴാണ് അവൾ എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുകയാണ് എന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ആദ്യം മുതൽക്കേ അവൻ അവളെ പരിചയപ്പെടണം. ഈ സമയം അവൾ അവനോട് ചോദിക്കുന്നത് നീ എന്തിനാണ് എന്നെ വിളിച്ചതെന്നാണ്. അതേക്ക് ആഡം പറയുന്നത് എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നിനക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ പിങ്ക് പൗഡർ വെച്ചുണ്ടാക്കിയ ഒരു ലിക്വിഡ് എടുത്തു. എന്നിട്ട് അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ടവർ ഉണ്ടല്ലോ അതിന്റെ വളവിലൊക്കെ അവനത് സ്പ്രേ ചെയ്യുകയാണ്. അതോടുകൂടെ അതൊക്കെ ശരിയായി വരികയും ചെയ്തു. അത് കാണുമ്പോൾ അവൻ ഭയങ്കര അത്ഭുതമായി. മാത്രമല്ല ഇപ്പൊ അവനോട് സംസാരിക്കാൻ ഒക്കെ നല്ല താല്പര്യമുണ്ട്. എന്നാൽ ഈ സമയത്താണ് അവന് പണി കിട്ടുന്നത്. അതായത് അവന്റെ ശരീരത്തിൽ വെച്ച ആ ഇൻവേർട്ടർ മാറ്റർ ഉണ്ടല്ലോ അതിന് ചൂട് പിടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ അധികം നേരം അവൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് വളരെ വെപ്രാളത്തോടെ അവൻ അവിടെ നിന്ന് ഓടി പോവാണ്. അവന്റെ ആ വെപ്രാളവും കാര്യമൊക്കെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. മാത്രമല്ല അവന്റെ ആ സംസാരത്തിലും സ്വഭാവത്തിലും അവൾക്ക് അവനെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ നേരെ പോകുന്നത് അവിടുത്തെ ബാത്റൂമിലേക്കാണ്. എന്നിട്ട് അവന്റെ നെഞ്ചത്തേക്കൊക്കെ വെള്ളം കോരി ഒഴിക്കുകയാണ്. ഈ സമയത്താണ് അവന് വല്ലാണ്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത്. അങ്ങനെ അവൻ അവിടെ ചെന്നിട്ട് മൂത്രമൊഴിച്ചു. എന്നാൽ മൂത്രമൊഴിക്കുമ്പോൾ അത് നേരെ റൂഫിലേക്കാണ് പോകുന്നത്. അതിങ്ങനെ റൂഫിലേക്ക് ചെന്നിട്ട് അതിലെ ഒഴുകാൻ തുടങ്ങി. അതിനിടയിലാണ് ബാത്റൂമിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത്. ഭാഗ്യത്തിന് ആ മൂത്രം ഒഴുകി പോകുന്നത് അയാൾ കണ്ടിട്ടില്ല. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അത് നേരെ ഒഴുകി അവിടുത്തെ ഒരു അലാറം അടിക്കുന്നത്. അതിനെ തുടർന്ന് അവൻ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ഈഡനാണെങ്കിൽ ഇപ്പോഴും അവളുടെ ഓഫീസിൽ തന്നെയാണ്. അവൻ തിരിച്ചു വരാത്തതുകൊണ്ട് അവൾക്ക് വല്ലാത്തൊരു നിരാശയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി ആഡം ഇപ്പം അവരുടെ ഓഫീസിലിരിക്കുകയാണ്. അതിനിടയിലാണ് അവിടെ ഒരു അലാറം അടിക്കുന്നത്. അതിനെ തുടർന്ന് അവരുടെ മുതലാളിമാരൊക്കെ കണ്ടുവന്നു. അങ്ങനെ എല്ലാവരും അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവർ ചില സ്റ്റാഫിനൊക്കെ പിരിച്ചുവിടും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം അവരങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പിരിച്ചുവിടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ബോബും ഉണ്ടായിരുന്നു. അയാളുടെ പേര് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ബോബിന് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ബോബിന് അവിടെ നിന്ന് പോകാൻ സമയമായി. അയാൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് 31 വർഷം ആ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തത്. എന്നിട്ടും ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അയാൾ ഇപ്പോൾ പിരിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കമ്പനിയോട് വല്ലാത്തൊരു ദേഷ്യം. അതുകൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് അയാളുടെ ചില സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കി അയാൾ ആഡമിന് ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അയാൾ പോയി കഴിഞ്ഞിട്ട് അവൻ ആ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ അത് ഈ ബോബിന്റെ ആക്സസ് കാർഡും വേറെ ചില കാര്യങ്ങളുമായിരുന്നു. ഈ ആഡമിനെ സംബന്ധിച്ച് അവൻ ആ ബിൽഡിങ്ങിന്റെ എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള ആക്സസ് കാർഡ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ബോബിന്റെ കാർഡ് കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ആ ഓഫീസിൽ എല്ലാവരും അവിടെ നിന്ന് പോയ സമയത്താണ് ഈഡൻ ബോബിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നത്. അത് അവളാണ് എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ ചാടിക്കൊരു ഫോൺ എടുത്തു. ഈ സമയം അവൾ ചോദിക്കുന്നത് നീ എന്താന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതാണ്. എനിക്ക് അർജന്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അവളാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പൊ അവൾ പറയുന്നത് നമുക്ക് നാളെ ഒരു ലഞ്ചിന് പോയാലെന്നാണ്. അവൾ ഇങ്ങോട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൾ അവനോട് വരാൻ പറയുന്നത് അവളുടെ ആ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഈടം പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ് ഉള്ളത് ആ ബിൽഡിങ്ങിന്റെ വേറൊരു ഭാഗത്താണ്. അവിടേക്ക് പോകണമെങ്കിൽ ആ ആക്സസ് കാർഡ് വേണം. ഇപ്പൊ അവന്റെ കയ്യിൽ ബോബിന്റെ ആക്സസ് കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അവൻ അവിടുത്തെ ഗേറ്റ് ഒക്കെ ആക്സസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അവൻ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. വളരെ മനോഹരമായ സ്ഥലമായിരുന്നത്. അതൊക്കെ നോക്കിക്കൊണ്ട് അവൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇപ്പൊ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വേഗം തന്നെ അവളുടെ ടേബിളിലേക്ക് ചെന്നിരുന്നു. എന്നാൽ അവിടേക്ക് ചെന്നതിന് ശേഷം അവൻ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിനക്ക് എന്നെ ഓർമ്മയില്ലേ, നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ തമ്മിൽ അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു.
എന്നാൽ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ലെന്ന് മാത്രമല്ല, അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടതുമില്ല. നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നാൽ അവൻ അവളെ വിടുന്നില്ല. അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പ്ലേറ്റ് നൈസായിട്ട് അങ്ങോട്ട് തിരിച്ചു. അവൻ പറയുന്നത്, നീ എന്നെ മറന്നുപോയോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ നമ്മൾ ഇവിടുത്തെ ലിഫ്റ്റിൽ വെച്ചിട്ട് പരിചയപ്പെട്ടത്. ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് നിന്റെ കയ്യിൽ ഞാൻ ടച്ച് ചെയ്ത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ കൺവിൻസ് ചെയ്തു. ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവന്റെ കാലിന്റെ അടിയിലൊക്കെ ചൂട് പിടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ അധിക സമയം അവനവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോയാലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് അവളും പറഞ്ഞു. അങ്ങനെ അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവൻ വന്ന വഴി തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന കാര്യം അവനറിയാം. അതിനുള്ള സമയം അവനില്ല. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെയുള്ള ഒരു കായലിലേക്ക് ചാടി. എന്നാൽ അതിലെ നീന്തുന്ന സമയത്ത് അവന്റെ ഷൂവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണ്. അതോടുകൂടെ അവൻ ആ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് തെറിച്ചു. അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ അവൻ അവന്റെ ലോകത്തുള്ള കായലിലേക്ക് ചെന്ന് വീണു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം അവൻ വീട്ടിലേക്ക് എത്തി. കുറെ നേരം വെള്ളത്തിൽ കടന്നുകൊണ്ട് അവൻ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് എത്തിയതിനു ശേഷം അവന്റെ കയ്യിൽ ചില ഇൻവേർട്ടഡ് വസ്തുക്കളുണ്ട്. അത് വെച്ചിട്ട് അവൻ ആ റൂം ചൂടാക്കാണ്. അതിനുശേഷം അവൻ അവന്റെ ബെഡിലേക്ക് പോയി കിടക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ ഈഡൻ ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. എന്നാൽ ഇന്ന് അവൾ ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് പഴയ ചില ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അതായത് ആഡം ആ മരത്തിൽ കയറുന്നൊക്കെ. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ അവൻ അവന്റെ ക്രീമിന്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. അതിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി ആ കമ്പനിയിലെ ആൾക്കാർ അവൻ ഒരു സ്റ്റേജിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അവിടെ പ്രായമായ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്താണ് അവൻ ആ ക്രീം തേക്കേണ്ടത്. അങ്ങനെ അവൻ ആ ക്രീം തേച്ചു. ആ ലേഡിയുടെ പ്രായം കുറയുകയും ചെയ്തു. അതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാ ആൾക്കാരും കൈയടിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഈഡൻ അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ടതും അവൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നു. എന്നാൽ അവൾക്കാണോ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റ് ചോദിക്കുന്നത്, നീ ബോബ് അല്ലേന്നാണ്. എന്നാൽ അവനതിന് മറുപടി പറയുന്നത്, നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്നാണ്. എന്നാൽ അവൻ കളവ് പറഞ്ഞതാണ്, തന്നെ പറ്റിക്കാണ് അവൻ എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ വളരെ സങ്കടത്തോടെ അവൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ വേഗം അവന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവളുടെ പുറകെ പോവാണ്. എന്നാൽ ആ ആക്സസ് കാർഡ് കാണിക്കേണ്ട സ്ഥലത്തെത്തുമ്പോൾ ഇപ്പൊ ആ ആക്സസ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ബോബ് ടെർമിനേറ്റ് ആയതുകൊണ്ട് അവർ അയാളുടെ കാർഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഗേറ്റ് ഒക്കെ എടുത്ത് ചാടി. എന്നിട്ട് ഓടാൻ തുടങ്ങി. അത് കണ്ടതും അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ അവന്റെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ അവനവനെ കണ്ടെത്തുമ്പോഴേക്കും അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഈഡനിപ്പം അവളുടെ വീട്ടിലേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും അവൾക്ക് അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അവളിപ്പോൾ അവിടെ ഇരുന്നിട്ട് വല്ലാണ്ട് കരയാണ്. ഇതേ സമയം തന്നെ ആഡം നേരെ പോയിരിക്കുന്നത് ആ ബോബിന്റെ വീട്ടിലേക്കാണ്. അവനങ്ങോട്ട് ചെല്ലുമ്പോൾ ബോബാണെങ്കിൽ അവന്റെ ആ പിങ്ക് പൗഡർ വെച്ചിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ അതിലൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവനയാൾക്ക് ഒരു ട്രിക്ക് കാണിച്ചു കൊടുത്തു. അതായത് ഒരു ആന്റി ഗ്രാവിറ്റി ട്രിക്ക്. ഈ പിങ്ക് കളർ ലിക്വിഡ് ഈ ബോബിന്റെ സ്ഥലത്തെ ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും കൂടി ഒരു ഹൈബ്രിഡ് സൊല്യൂഷൻ ആവും. അങ്ങനെ വരുമ്പം രണ്ട് ലോകത്തിന്റെ ഗ്രാവിറ്റി അതിനെ ബാധിക്കത്തില്ല. അതിങ്ങനെ ഒരു കുമിളയായിട്ട് വായുവിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കും. ഈ ഒരു കാര്യമാണ് അവനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അത് കാണുമ്പോൾ ബോബിന് ഭയങ്കര അത്ഭുതമായി. ഈ സമയം അയാൾ ചോദിക്കുന്നത്, പക്ഷെ നീ ഇങ്ങനെ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ട് എന്താണ് കാര്യം? നീ ഇതിന്റെ ഫോർമുലയൊക്കെ ആ കമ്പനിയിലെ ആൾക്കാർക്ക് കൊടുത്തില്ലേ? ഇനിയിപ്പോൾ ഇതിന്റെ പേറ്റന്റ് അവരെല്ലാം എടുക്കത്തുള്ളൂ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്ക് അവൻ പറയുന്നത്, ഫോർമുല ഞാൻ കൊടുത്തു എന്നത് ശരി തന്നെയാണ്, പക്ഷെ ഞാൻ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പേറ്റന്റിന്റെ ആരും ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി ആഡം അവളെ കാണാൻ വേണ്ടി ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവനെ കണ്ടതും അവൾ ഓടി വന്നിട്ട് അവനെ കിസ് ചെയ്യാണ്. എന്നിട്ട് അവൾക്ക് അവനെ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ അവൾ അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറെ ആൾക്കാർ അവനെ അന്വേഷിച്ച് അങ്ങോട്ട് എത്തുന്നത്. അത് കണ്ടതും നമുക്ക് പിന്നെ കാണാമെന്നും പറഞ്ഞിട്ട് അവൻ ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് ഓടിക്കയറി. എന്നിട്ട് അവന്റെ ദേഹത്തുള്ള സാധനങ്ങളൊക്കെ താഴേക്കിട്ടിട്ട് അതിൽ കടന്നു പോകുന്ന റോപ്പ് വേ ഉണ്ട്, അവൻ അതിന്റെ മുകളിലേക്ക് ചാടി. എന്നിട്ട് അതിൽ പിടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് അവന്റെ ലോകത്തെത്തിയതിനു ശേഷം അവൻ ആ മലയുടെ മുകളിലെ പാറയിലിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഈഡനും അങ്ങോട്ട് വന്നു. അങ്ങനെ വേഗം തന്നെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് വായുവിലൂടെ അങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ അവളുടെ ലോകത്തേക്ക് ഇറങ്ങി. അവരിപ്പം അവിടുത്തെ ഒരു കാട്ടിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ പോലീസുകാരാണ്ട് വരുന്നത്. അത് കണ്ടതും അവർ വേഗം അവിടെ നിന്ന് ഓടി. അങ്ങനെ അവരിപ്പോൾ ഒരു പാറയുടെ അടുത്തേക്ക് എത്തി. അമരാണെങ്കിൽ അവരുടെ പുറകെ തന്നെയുണ്ട്. ഈ സമയം അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ദേഹത്ത് ആ വെയിറ്റ് ഒക്കെ താഴേക്കിട്ടു. എന്നിട്ട് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അതോടുകൂടെ അവർ രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോയി. അങ്ങനെ അവർ നേരെ എത്തിച്ചേരുന്നത് അവിടെ വീണ് കിടക്കുന്ന ഒരു ടവറിന്റെ അടുത്താണ്. അതിന്റെ ഉള്ളിലായിട്ട് കുറെ കല്ലുകൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിൽ ചാടി ചാടി അവർ മുന്നോട്ട് പോവാണ്. ഈ സമയം താഴെ നിന്ന് ആൾക്കാർ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഷൂട്ടിങ്ങിൽ അവരിപ്പോൾ പിടിച്ചിരിക്കുന്ന കല്ലിന്റെ കയർ പൊട്ടിപ്പോയി. എന്നാൽ അവൾക്ക് പിടുത്തം കിട്ടി. അവളിപ്പോൾ ആ കല്ലിൽ തൂങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല അവൾ ഒരു കൈ കൊണ്ട് അവനെയും പിടിച്ചിട്ടുണ്ട്. എന്നാൽ അവൾക്ക് അധിക നേരം അതിനിങ്ങനെ തൂങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലായതുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് പിടിവിടാണ്. അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ താഴേക്ക് വീണതിന് ശേഷം ആ പോലീസുകാർ വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോയി. എന്നാൽ താഴേക്ക് പോയ അവന് ഒന്നും പറ്റിയിട്ടില്ല. അവനിപ്പോൾ ഒരു മരത്തിന്റെ അവിടെ തങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ തിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴാണ് രണ്ടാൾക്കാർ വന്നിട്ട് അവനെ പിടിക്കുന്നത്. അവരുടെ കാറിലേക്ക് കയറ്റിയിട്ട് അവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. ആ കാറിൽ പോകുന്ന സമയത്ത് അവർ ചില കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട്. സാധാരണ നിന്നെ ഞങ്ങൾ കൊന്നു കളയേണ്ടതാണ്, പക്ഷെ നിനക്കൊരു ചാൻസ് തരാം. നിനക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നീ ചെയ്താൽ മതി. അതിലൊന്ന്, നിന്റെ കയ്യിലുള്ള ആ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഞങ്ങൾക്ക് തരണം.
2 നീ ഇനി അവളെ കാണാനും പാടില്ല, അവളോട് സംസാരിക്കാനും പാടില്ല. ഇതിന് സമ്മതമാണെങ്കിൽ നിന്നെ വെറുതെ വിടാം എന്നാണ് അവർ പറയുന്നത്. മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവനതിന് സമ്മതിച്ചു. അതിനെ തുടർന്ന് അവരവനെ കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാണ്. ഇതേ സമയം തന്നെ ബോബ് ആണെങ്കിൽ അയാളുടെ വർക്ക്ഷോപ്പിലിരിക്കുകയാണ്. അയാളിപ്പോൾ 2 അക്വേറിയം അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ താഴെയുള്ള അക്വേറിയത്തിൽ അയാളുടെ ലോകത്തിലെ വെള്ളമാണ്. അതിലൊരു മീനും ഉണ്ട്. മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ആ പിങ്ക് കളർ വാട്ടറാണ്. അയാളിപ്പം ആ 2 വെള്ളം കൂടെ മിക്സ് ചെയ്തു. അതിനെ തുറന്ന് അത് വലിയൊരു കുമിളയായിട്ട് മാറിയിട്ട് വായുവിൽ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല അതിനകത്തുള്ള മീനിന് ഒരു കുഴപ്പവും പറ്റുന്നില്ല. അതിൽ നിന്നും അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഈ ഒരു ഐഡിയ മനുഷ്യ ശരീരത്തിൽ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഗ്രഹത്തിലേക്ക് പോകാൻ പറ്റും. കാരണം മനുഷ്യ ശരീരത്തിൽ കൂടുതൽ ഫ്ലൂയിഡ് ആണല്ലോ. ആ കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈഡൻ ഈ ബോബിനെ കാണാൻ വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ പറയുന്നത് എനിക്ക് അവന്റെ അടുത്തേക്ക് പോകണം, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആഡം ഇപ്പോൾ അവൻ്റെ ആ വർക്ക്ഷോപ്പിലിരിക്കുകയാണ്. ഈ സമയത്താണ് ബോബ് അങ്ങോട്ട് വരുന്നത്. അയാൾ കൂളായിട്ട് അതിൽ നടന്നു വരുന്നുണ്ട്. അയാൾ ഒരു വെയിറ്റും ധരിച്ചിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡമിന്റെ ആന്റി ഗ്രാവിറ്റി ട്രിക്ക് ഉണ്ടല്ലോ, അയാൾ നേരത്തെ കണ്ടുപിടിച്ചത്. അതിപ്പോൾ അയാളുടെ ശരീരത്തിൽ ചെയ്തു. അതുകൊണ്ട് അയാൾക്ക് കൂളായിട്ട് നടക്കാനും പറ്റും, വായുവിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാനും പറ്റും. അതൊക്കെ അയാളിപ്പോൾ അവന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ബോബ് ഇപ്പം മറ്റൊരു കാര്യം കൂടെ അവൻ്റെ അടുത്ത് പറഞ്ഞു. ഇവന്റെ ആ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റ് ഉണ്ടല്ലോ, അത് ആ കമ്പനിക്കാരെടുക്കുന്നതിന് മുമ്പ് ഇയാൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഇവരുടെ കയ്യിലാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ലെറ്ററും കൂടെ അയാൾ അവന് കൊടുത്തു. ആ ലെറ്റർ ഈഡന്റേതായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ അവളെ കാണാൻ വേണ്ടി അവന്റെ ലോകത്തിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും അവനെ കാണാൻ വേണ്ടി അവൾ അങ്ങോട്ടെത്തി. ഇവളുടെ ശരീരത്തിലും ബോബ ട്രിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവക്ക് ഇവിടേക്ക് വരാൻ പറ്റിയത്. മാത്രമല്ല ഈ ഒരു സമയത്ത് ഒരു സന്തോഷ വാർത്ത കൂടെ അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് അവൾ പ്രഗ്നന്റ് ആണ്. അത് കേൾക്കുമ്പോൾ അവനും വളരെ സന്തോഷമായി. അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ആഡമിന്റെ ഈ ഒരു കണ്ടുപിടുത്തം കാരണം താഴത്തെ ലോകവും ഇപ്പൊ ഭയങ്കര റിച്ചായി. മുകളിലത്തെ ലോകവും താഴത്തെ ലോകവും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ആൾക്കാരൊക്കെ മിങ്കിൾ ചെയ്തിട്ട് തന്നെയാണ് നടക്കാറുള്ളത്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.